ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു അതിഗംഭീരമായ ഒരു അപ്ഡേറ്റാണ് നമ്മുടെ ഈ മെഗാസ്റ്റാർ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടത്. നിങ്ങളെല്ലാം ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പുതിയ സിനിമയായിട്ടുള്ള പേട്രിയറ്റിൻ്റെ സിനിമയുടെ ഒരു ഇൻ്റർവ്യൂ സമയത്ത് ഒരു ചോദ്യം വന്നിട്ടായിരുന്നു, മമ്മൂക്ക വാമ്പയറായിട്ട് അഭിനയിക്കുമെന്ന്. അപ്പോൾ മമ്മൂട്ടി പറഞ്ഞ് അതെങ്ങനെ ഉണ്ടാവും കഴിഞ്ഞാൽ അത് കിടിലമായിരിക്കും, വലിയ ഗംഭീരമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ മമ്മൂട്ടി എന്ന ആക്ടർ ചിലപ്പോൾ ഇനി ചെയ്യാനുള്ള ക്യാരക്ടർ ചിലപ്പോൾ അതായിരിക്കുമോ, അതോടുകൂടി കഴിഞ്ഞോ എന്ന് തോന്നുന്നു ചിന്ത ചെയ്യണം. കാരണം അദ്ദേഹം ചെയ്യാത്തൊരു ക്യാരക്ടർ ഉണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിൽ ഈ 400-450 സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ ചാത്തനായിട്ട് നമ്മുടെ ബ്രഹ്മയുഗത്തിലും വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കരിഷ്മയും അദ്ദേഹത്തിൻ്റെ ആ ഒരു വേറിട്ട തരത്തിലുള്ള എക്സ്പ്രഷൻസ്, വേറിട്ട തരത്തിലുള്ള ഒരു വേ ഓഫ് ആക്ടിങ് ഒക്കെ നമ്മൾ അതിൽ കണ്ടു ചാത്തനായിട്ട്. അപ്പോൾ അദ്ദേഹം വാമ്പയറായിട്ട് വരുമ്പോൾ അത് എന്തായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കത് ആ ഒരു ഇൻ്റർവ്യൂ അന്നേരം ഞാൻ കണ്ടില്ല, ഈ ഇടയ്ക്കൊക്കെയാണ് കണ്ടത്. അപ്പോൾ അത് കണ്ടിട്ട് ചെറിയൊരു നിങ്ങൾ കണ്ടപ്പോൾ ഒരു ഇമേജും കൂടി കണ്ടപ്പോൾ സോ മാൻ, എന്താ പറയുക, എങ്ങനെ എത്തിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ട് വന്നിട്ട് 2-3 അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സ്പ്രഷൻ ഇട്ട് തന്നെ ആ സിനിമയുടെ ഗതി കണ്ട് ടേന്ന് പോകും. വെറുതെ ഒരു മുണ്ടും ഒരു തോർത്തും വെച്ച് ഒരു വടിയും കുത്തി ആൾ ഹോളിവുഡ് വരെ എത്തി ഇല്ലേ. ശരിക്കും വളരെ കൗതുകമായിട്ടുള്ള ഒരു വർണ്ണനയാണ്. തോർത്തും മുണ്ടും ഒരു കുഞ്ഞു മുണ്ട് കൊടുത്ത് ഒരു വടിയും പിടിച്ച ആൾ ഹോളിവുഡ് വരെ നടന്നെത്തി. സത്യം തന്നെയാണ്. അതൊരു മലയാളി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ എന്ന നിലയ്ക്ക് നമുക്ക് വളരെയധികം ആവേശകരമായൊരു നിമിഷം കൂടി ആയിരുന്നു. ഇതൊരു മലയാളം സിനിമയിലെ ഒരു ആക്ടർ ഹോളിവുഡിലെ ഒരു മ്യൂസിക് അക്കാഡമിയിലൊക്കെ വലിയൊരു പ്രദർശനം, അതും 10 സിനിമകളിൽ അവർ സെലക്ട് ചെയ്തിട്ട് ആ 10ാം സിനിമയിൽ നമ്മളും കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാലും ഇനി ഇത് വാമ്പയറായിട്ട് ഒരു മമ്മൂട്ടി എങ്ങനെയായിരിക്കും നമ്മൾ അതിശയിപ്പിക്കാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ സെലക്ഷൻ, ആ ക്യാരക്ടറിന് വേണ്ടി എടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ, അതിനുവേണ്ടി അർപ്പിക്കുന്ന അർപ്പണബോധം, ഇങ്ങനെ പറയുന്ന ഒട്ടുമിക്ക കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിക്കും. കാരണം അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ജിന്നെന്ന് പറയില്ലേ, അതൊരു അമാനുഷിക മനുഷ്യനാണ്. ഒരു സിനിമയ്ക്ക് വേണ്ടി ജീവിതം തന്നെ എന്താ പറയുക മാറ്റിവെച്ച ഒരു മനുഷ്യനാണ് വെച്ചാൽ അത് നമ്മുടെ സ്വന്തം മമ്മൂട്ടി തന്നെയാണ്. മമ്മൂട്ടി പറയുന്നതൊരു വ്യക്തി ഒരു കിടിലോസ്കിയാണ്. കാരണം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്തതിലൊന്നുമില്ലെന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ സിനിമകൾ അങ്ങനെ തന്നെയാണ്. ഓരോന്നും അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും അതിൻ്റെ കൊണ്ടുവരുന്ന കാഴ്ചപ്പാടും അതിൻ്റെ അഭിനയം എങ്ങനെ കൊണ്ടുവരുന്നു, ആ ക്യാരക്ടറിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന എഫേർട്ട്, അതൊരിക്കലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത്ര മനോഹരമായ രീതിയിലാണ് അദ്ദേഹം ഓരോ സിനിമയും ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ഒരു പ്രേക്ഷക നിലയ്ക്ക് എനിക്കും ഉണ്ടാകുന്ന അതേ അനുഭൂതിയായിരിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കാം. അത് ഗംഭീരം എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ എന്തു നല്ല ഓരോ ക്യാരക്ടർ എടുക്കില്ലേ. അപ്പോൾ എന്തായിരിക്കും ഈ ഒരു വാമ്പയറായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കൂർത്ത കാണി നിൽക്കുന്നത് എങ്ങനെയായിരിക്കും. ഇതിൽ ഇനി വില്ലൻ ആരാണെന്നാണ് നോക്കണ്ടല്ലേ. വില്ലൻ ആരുടാ, അതാണ് ഞാൻ ചോദ്യം. ഒരു വില്ലൻ വള്ളി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ആണോ ഇനി വേറെ ആണെന്നറിയില്ല. പക്ഷേ എന്തായാലും സിനിമ ഒരു വമ്പൻ ഒരു വിസ്മയമായിരിക്കും മലയാള സിനിമയിൽ എന്ന കാര്യത്തിൽ ഞാൻ സംശയമില്ല. കാരണം 30 കോടിയുടെ സിനിമ 300 കോടിയൊക്കെ അടിച്ച് ഒരു ഇതിൽ വരുമ്പോൾ അദ്ദേഹം എന്തായാലും ദുൽഖർ എന്തായാലും കുറേ അധികം കാശൊക്കെ ഇറക്കി കുറച്ചുകൂടി ഹോളിവുഡിന് വലിയ നിലയിലേക്ക് ഒരു ഡിസൈനിങ് ഒക്കെ ഇട്ടാണ് കൊണ്ടുവരുമായിരിക്കും. കാരണം അത്ര മനോഹരമായിട്ടാണ് ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തവർ. അപ്പോൾ അതേ ഒരു ഇതിൽ തന്നെയായിരിക്കും സെക്കൻഡ് പാർട്ട് കൊണ്ടുവരുന്നത്. കാരണം എന്തായാലും ഈ വാമ്പയറായിട്ട് വരുന്ന മമ്മൂട്ടിയെ കാണാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാനും വളരെയധികം ആകാംക്ഷയായിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഡൊമിനിക് അരുൺ എങ്ങനെയാണ് ഇദ്ദേഹത്തെ കൈകാര്യം ചെയ്യുക, അതിലെങ്ങനെയാണ് ദുൽഖർ വരിക, അത് എങ്ങനെയാണ് ഇനി ടൊവിനോ വരിക, ഇനി ടൊവിനോൻ്റെ ഏട്ടനായി വരുന്ന ആ കളപ്പരിശുണ്ടല്ലോ എങ്ങനെ വരിക, അങ്ങനെ ഒട്ടുമിക്ക കുറേ അധികം പുതിയ വാമ്പയേഴ്സുകൾ ഇനി വരും. ചാത്തന്മാർ വരും. എന്താ പറയുക, അതിൽ ഓരോന്നിപ്പോൾ സൗബിനാണെങ്കിലും അങ്ങനെ കുറേ അധികം അവരെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ തന്നെ ഇനി ഓരോരുത്തരായി വന്ന് ഇനി പ്രേതങ്ങളായി വരുമ്പോൾ ഇതിലാരാണ് മെയിൻ വില്ലൻ എന്ന രീതിയിലേക്ക് പോകും. അവസാനം വില്ലനാണ് ഇനി പവർഫുൾ ആയിട്ട്. അതായത് നമ്മുടെ വില്ലൻ പറയുന്നത് നമ്മുടെ സാൻഡി തന്നെയാണ്. പക്ഷേ സാൻഡീൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്സ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഭയങ്കര സംശയമുണ്ട്. കാരണം ഒരു വില്ലൻ പറയുമ്പോൾ ഇനി ഈ സിനിമേൻ്റെ ഹൈപ്പ് വെച്ച് നോക്കുമ്പോൾ ഒരു അൾട്ടിമേറ്റ് വില്ലൻ വേണം. അപ്പോൾ അത് എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വാമ്പയറായിട്ട് മമ്മൂട്ടിയും കൂടി വരുമ്പോൾ പടത്തിൻ്റെ ഗതി അങ്ങോട്ട്
കിടുകിടോ എന്തായാലും ഗൈസ് നിങ്ങളും പ്രതീക്ഷിക്കുന്നതും ഞാനും പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ ഒരു അതിഗംഭീരമായ നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു അമാനുഷികമായുള്ളൊരു വാമ്പയറിൻ്റെ ഒരു സിനിമ വെയിറ്റ് ചെയ്യണം. ലോകൽ ഓൾറെഡി അത് പ്രൂവ്ഡ് ആണെന്ന് മനസ്സിലായി. അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുകയുണ്ടായി. എന്തായാലും പടം വരട്ടെ, പടം വന്ന് കളറാവട്ടെ. എന്തായാലും സിനിമയ്ക്ക് ഞാൻ നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, എല്ലാവരും ടേക്ക് കെയർ. ഓക്കെ, ബൈ, സീ യു.